അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ എടുത്തെഴുതുക. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എല്ലാ കഴിവുകളുടെയും ഉടമ ആരാണ്? ഈസ അലൈഹിസ്സലാം, കറാമത്ത്, ഷിർക്ക്, അള്ളാഹു, ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് അള്ളാഹു ആണ്. എല്ലാ കഴിവുകളുടെയും ഉടമ അള്ളാഹു. രണ്ടാമത്തത് മരിച്ചവരെ ജീവിപ്പിക്കൽ. അതേതാണ് നമ്മൾ പഠിച്ചത്? ഈസ അലൈഹിസ്സലാമാണ്. അപ്പോൾ അവിടെ ഈസ അലൈഹിസ്സലാം എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് അതിഗുരുതരമായ അതിക്രമം. ഏതാണ്? ഷിർക്ക്. അപ്പോൾ അവിടെ ഷിർക്ക് എന്ന് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത് ഔലിയാക്കൾ ഡാഷ്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? കറാമത്ത് എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും കറാമത്ത് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തത് തീ കുണ്ഡാരം. തീ കുണ്ഡാരം ഏതാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഈജിപ്തിൽ ഗവർണർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ആസ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉത്തരം ഏതാണ്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവിടെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് ഖുലഫാ ഉർ റാഷിദൂൻ 20, 25, 10, 4. ഏതാണ് ശരി? 4 എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. അതാരാണ്? മുആദ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ത്വലഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? കഅബ, ഇസ്രാ, മിഅ്റാജ്, ഖുർആൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഖുർആനാണ്. അപ്പോൾ അവിടെ ഖുർആൻ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അവസാനത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, നൈൽ നദിക്ക് കത്തെഴുതി. ആരാണ് നൈൽ നദിക്ക് കത്തെഴുതിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഏതാണ് ശരി? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ് നൈൽ നദിക്ക് കത്തെഴുതിയത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഉത്തരം എഴുതുക. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, കറാമത്ത് എന്നാൽ എന്ത്? അപ്പം അതിൻ്റെ ഉത്തരം ഓരോ ചോദ്യത്തിനും 5 വീതം മാർക്കാണ്. അപ്പം ശ്രദ്ധയോടെ കറക്റ്റ് ആൻസർ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് കറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ആരാണ് അംബിയ മുർസലുകൾ? ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ഇനി നാലാമത്തെ ചോദ്യം, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം? ഉത്തരം ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. ഇനി നാലാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഷിർക്ക്. ഷിർക്ക് എന്നാൽ എന്ത്? അത് വ്യക്തമാക്കി അവിടെ എഴുതണം. എന്താണ്? അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി
മറ്റൊരാളുണ്ടെന്ന വിശ്വാസം, അതിനാണ് എന്ത് പറയാ, ഷിർക്ക് എന്ന് പറയാ. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം. രണ്ടാമത്തത് മുഅ്ജിസത്ത്. എന്താണ് മുഅ്ജിസത്ത്? പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങൾ. ഒന്നുകൂടെ നോക്കാം. പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങൾ, അതിനാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുക. ഇനി മൂന്നാമത്തത് ഇജ്മാ. എന്താണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം, അതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം റിദ്ദത്ത്. പ്രായപൂർത്തിയും ബുദ്ധിയും മുസ്ലിം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ, അതിനാണ് എന്ത് പറയാ, റിദ്ദത്ത് എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ. അഞ്ചാമത്തത് ഐബ്. എന്താണ് ഐബ്? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ, അപ്പൊ അതിനാണ് എന്ത് പറയുക, ഐബ് എന്ന് പറയുക. ഇനി അഞ്ചാമത്തത് സാരം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ കൊടുത്ത അറബിക്ക് എന്ത് ചെയ്യണം, അറബി മലയാളത്തിൽ അർത്ഥം എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് മൻ ആദ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹറബി. എന്താണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്? എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത്തത് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. അതിന്റെ അർത്ഥം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷി ഇടമാണ്. ആറാമത്തെ ഭാഗമാണ് പൂരിപ്പിക്കുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വകുല്ലുൻ ഫി ഫലക്കിൻ ഡാഷ്. അപ്പൊ എന്താ വരിക? വകുല്ലുൻ ഫി ഫലക്കിൻ യസ്ബഹൂൻ. രണ്ടാമത്തത് ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി ഡാഷ് മുബീൻ. അപ്പൊ അവിടെ ഏതാണ് വേണ്ടത്? അദുവുൻ എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവുൻ മുബീൻ. ഇനി ഏഴാമത്തെ ഭാഗം എണ്ണം എഴുതുക. അപ്പൊ ഒന്നാമത്തത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ 6, 4, 10. ഏതാണ് ശരി? 4 അപ്പൊ അവിടെ 4 എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് സൂറത്തുൽ മക്കിയ 114, 313, 86. ഏതാണ് ശരി? 86 എന്നുള്ളതാണ്, അതവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് സൂറത്തുൽ മദനിയ 82, 68, 28. ഏതാണ്? 28 ആണ്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏതാണ്? ഇസ്ലാം. രണ്ടാമത്തത് തൗഹീദിന്റെ സൂറത്ത് അൽ ഇഖ്ലാസ്. മൂന്നാമത്തത് എത്ര വർഷം കൊണ്ടാണ് ഖുർആനിന്റെ അവതരണം? ഉത്തരം 23. നാലാമത്തെ ചോദ്യം മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആര്? മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആര്? ആരാണ്? പിശാച്. അഞ്ചാമത്തെ ചോദ്യം പ്രതിഫലം നൽകപ്പെടുന്ന ലോകം പരലോകം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.